മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിലുള്ള വായനശാലയാണ്. ധാരാളം പുസ്തകങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾ ഇടയ്ക്കൊന്ന് അവിടെ പോകണം, വായിച്ചാൽ. ഇപ്പൊ നിങ്ങളെ കണ്ട 4ാം ക്ലാസ്സിലായിട്ടുണ്ട്, 7ാം ക്ലാസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഭക്ഷണം കഴിച്ചത് കൊണ്ട്. നിങ്ങളിങ്ങനെ ശരീരം ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സംസ്കാരം 7ാം ക്ലാസ്സിന്റെ അത്രയായിട്ടുണ്ടോ? 4ന്റെ അത്രയായിട്ടുണ്ടോ? ചിലന്റെ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ നല്ല പുസ്തകങ്ങളും ധാരാളം അറിവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരീരത്തോടൊപ്പം തന്നെ ഭൗതികമായിട്ടും വളരുന്നു പറയും. വായിച്ചാലുള്ള ഗുണം. പക്ഷെ ഇന്നലെ രാത്രി 3-4 പുസ്തകങ്ങൾ വായിച്ചു. കഥകളായിരുന്നു. അതിൽ ചില കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയും? ഈ ആനയെ മയക്കാനായിട്ടുള്ള ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ച ആന മയങ്ങി വീണു. വീണ ഉടനെ ആ ഭക്ഷണം അവിടെ വെച്ചിരുന്നല്ലോ, ആന മാത്രമല്ല കഴിച്ചത്, അതുവഴി പോയൊരു മനുഷ്യനും കഴിച്ചിട്ടുണ്ടായി. അയാളും മയങ്ങി വീണു. 2 ആള് മയങ്ങി വീണ് കിടക്കുക. ഞാൻ പറഞ്ഞു, ഈ ഡോക്ടറെ ജോലി എന്താ? ഓപ്പറേഷൻ നടത്തുന്ന ആളല്ലേ. അയാൾ വേഗം കത്രിക എടുത്തിട്ട് നമ്മുടെ ബുദ്ധി എവിടെയാ? തലയിലെ മുടിയിലാ? പിന്നെ എവിടെയാ? അതിന്റെ ഉള്ളിലുണ്ട്, ബ്രെയിനില്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ആദ്യം തന്നെ മനുഷ്യന്റെ തലച്ചോറ്, ബ്രെയിൻ അങ്ങെടുത്തു. ഉടനെ തന്നെ ആനയുടെ തലച്ചോറും എടുത്തു. രാമൻ പറഞ്ഞു, മാറ്റിവെച്ചു. എങ്ങനെ മനസ്സിലായി? ഊഹിച്ചു അല്ലേ? നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അവൻ ഊഹിച്ച് കഥയുണ്ടാക്കി. അപ്പോഴേക്കും എന്തുണ്ടായി? 2ന്റെയും തലച്ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് തുന്നിക്കെട്ടി. ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ 2 പേർക്കും ബോധം വന്നു. ആന ഏറ്റു, മനുഷ്യനേറ്റു. ആന ഏറ്റ വശം നടക്കാൻ തുടങ്ങി. നടന്നപ്പോഴേക്കും ഒരു സർക്കസുകാരി ഈ ആനയെ പിടിച്ച് സർക്കസ് ടെന്റിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആന എവിടെ എത്തി? വായിച്ചു നമ്മൾ വളർന്നിടേണം, അക്ഷരത്തെ കേൾക്കണം, അറിവിന്റെ കേൾക്കണം, അവിടുന്ന് നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തെ കേൾക്കണം, അറിവിന്റെ കേൾക്കണം, അവിടുന്ന് നമ്മൾ നുകർന്നിടേണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വേറൊരുദിവസം പൂച്ചക്കുഞ്ഞി അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മേ, എനിക്ക് നടക്കുമ്പോ കുലുങ്ങുന്ന കുലിസ് വേണം. അമ്മ പൂച്ച കടയിൽ പോയി പൂച്ചക്കുലിസ് വാങ്ങി. അമ്മ പൂച്ചയ്ക്കും കുഞ്ഞിപ്പൂച്ചയ്ക്കും വാങ്ങി. നടക്കുമ്പോ കിലുങ്ങും, ഓടുമ്പോ കിലുങ്ങും, ചാടുമ്പോ കിലുങ്ങും, ഉറങ്ങുമ്പോ കുലിസ് ഉറങ്ങും. കിണിക്കിണി അമ്മ പൂച്ചയ്ക്ക് ഇഷ്ടമായി. സെലഫി എടുത്തു. കിണിക്കിണി കിണിക്കിണി കുഞ്ഞിപ്പൂച്ചയ്ക്കും ഇഷ്ടമായി. എലികൾക്ക് ഏറെ ഇഷ്ടമായി. ആന അധികം ദിവസം കുറെ വെള്ളം ഒഴിച്ചോണ്ടിരുന്നു. അണ്ണാനാണെങ്കിലോ കരിഞ്ഞു പോയി. അപ്പൊ അണ്ണാൻ ഒരു ദിവസം വരുന്ന വഴിക്ക് ആനയുടെ പ്രാവുമ്മ നിറയെ
1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലമ്പൂരിൽ ജനിച്ചു. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് ശ്രീ PN പണിക്കർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് PN പണിക്കർ. അപ്പൊ അങ്ങനെ വായനയുടെ ലോകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്ന് നിർത്തുന്നു.